അപ്പോൾ നമ്മുടെ സൈഡ് ഭിത്തി പണിയാനായിട്ടും റൂഫ് പണിയാനായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരേ ദിവസമായിട്ട് വന്നത്. കാരണം മഴ ഒന്ന് കുറഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പണിയൊക്കെ എടുക്കണത്. അപ്പോൾ നമ്മുടെ സൈഡിൽ ഒരു കുഴി കുഴിക്കാനായിട്ട് പുള്ളിക്കാർ ടൂൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ കയ്യിലുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി സാധനം വാങ്ങിച്ചിട്ടല്ലോ ഗാർഡൻ വെക്കാൻ. അപ്പോൾ അതെടുത്ത് കൊടുത്തു. ഇങ്ങനെയൊക്കെ വാങ്ങിച്ചോണ്ട് വളരെ ഉപകാരം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ആ ടൈമിൽ കിടന്ന് ലെട്ടോട്ട് ഓടേണ്ടി വന്നേനെ സാധനത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്തായാലും സൈഡിൽ പോയി നോക്കിയപ്പോഴേക്കും വാനങ്കോരി ഒരു സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ നടുക്കൊരു വേരുണ്ടായിരുന്നു, നമ്മുടെ ആഞ്ഞിലി മരത്തിൻ്റെ വേരായിരുന്നു. ഭയങ്കര സ്ട്രോങ് മരമാണല്ലോ. ഒരു പാട് വിട്ടുപോയി. ഉച്ച വരെ എടുത്ത് ആ സാധനം ഒന്ന് വെട്ടി സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഉച്ചക്ക് പോയി കിടന്ന് ഉറങ്ങി, കാരണം എനിക്ക് രാത്രി വർക്കുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും ഉറങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ ഉച്ചക്ക് പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോസിലെ നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഒരു സൈഡ് ഭിത്തി പണിയാനായിട്ടും ഒരു റൂഫ് പണിയാനായിട്ടൊക്കെ ഏകദേശം അപ്രോക്സിമേറ്റ് എമൗണ്ട് സ്ക്വയർ ഫീറ്റിന് എത്ര ആവുമെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് നോക്കിയപ്പോഴേക്കും റൂഫിങ്ങിൻ്റെ ആ പണി എന്തായാലും 3 ദിവസം എടുക്കും. അപ്പോൾ കുറച്ച് അവർ ചെയ്ത് വെച്ചിട്ട് പോയി. സൈഡിൽ നമ്മുടെ ഭിത്തി പണിയാണ് നമ്മുടെ സ്ഥിരം ചേട്ടനാണ്. പുള്ളിയുടെ പണിക്കാർ രാവിലെ വന്ന് വാനം പോയിട്ട് പോയത്. പുള്ളി ഒരു 3:30 വന്നിരുന്നിട്ട് ഒരു 6:45 വരുന്നിട്ടോ ഫൗണ്ടേഷൻ ഇട്ട് പോയത്. അപ്പോഴേക്കും മഴയും പെയ്ത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.